ഇനി പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഇന്നത്തെ ഈ അരമണിക്കൂറിൽ ഒരൊറ്റ ചിത്രം കൊണ്ട് ഏറ്റവും മനോഹരമായ വാർത്തയായി മാറുന്ന ഒന്നാണ്. അമ്മയിൽ നിന്ന് കൂട്ടം തെറ്റി അലഞ്ഞടന്ന ഒരു കുട്ടിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തത്സമയ റിപ്പോർട്ടിൽ പങ്കുവച്ചാണ്. തമിഴ്നാട് വനവകുപ്പ് ഈ കുട്ടിയാനെ തിരിച്ച് കാട്ടിലേക്ക് വിട്ടു. അതിനെ കുളിപ്പിച്ച് മനുഷ്യൻ്റെ ഗന്ധമൊക്കെ മാറ്റിയാണ് തിരിച്ചു കയറ്റി വിട്ടത്. കരിക്കും ഗ്ലൂക്കോസും ഒക്കെ നൽകി അങ്ങനെ നല്ല ഉഷാറായിട്ടാണ് ഈ കുട്ടിയാനെ തിരിച്ചയച്ചത്. ഡ്രോൺ ഉപയോഗിച്ച് ഈ അമ്മയാനെ എവിടെയാണെന്ന് കണ്ടെത്തി. അങ്ങനെയായിരുന്നു ഈ തിരിച്ചയക്കൽ. ഇപ്പോൾ ആ കുട്ടിയാനയ്ക്കൊപ്പം അമ്മ കിടന്നുറങ്ങുന്ന ഒരു മനോഹരമായ ചിത്രമുണ്ട്. അത് കാണുക. വിനയുണി വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. വിനയ്, ആ ചിത്രം മാത്രം മതി, അമ്മ എന്നൊരൊറ്റ തലക്കിട്ട് മതി. അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. എന്ത് മനോഹരമാണ് ആ ചിത്രം. എനിക്ക് തോന്നുന്നു തമിഴ്നാട് വനവകുപ്പ് ഈ മൃഗങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപക്ഷെ നമ്മളെക്കാളും വേണമെങ്കിൽ പറയാൻ തോന്നുന്നു കുറച്ചും കൂടി പ്രായോഗികമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്നതാണ്. പരമാവധി അവയെ സംരക്ഷിച്ചുകൊണ്ട് അവയ്ക്കൊരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിൽ ഇപ്പോൾ ഈ കുട്ടിയാനെ തന്നെ തിരിച്ചങ്ങോട്ടേക്ക് എത്തിച്ച രീതിയൊക്കെ അത് വളരെ കൃത്യമായൊരു സംവിധാനമുണ്ട് തമിഴ്നാട് വനവകുപ്പിനല്ലേ. അതിൻ്റെ ഒരു ഫലമാണ് ഈ മനോഹര കാഴ്ച. ദിവേഷ്, കഴിഞ്ഞ വർഷം അതായത് ഡിസംബർ 29-നാണ് ഈ സംഭവം ആദ്യം നടക്കുന്നതെന്ന്. വാൽപ്പാറയ്ക്ക് സമീപം ആനമലൈ ടൈഗർ റിസർവിലായിരുന്നു ഈ കൂട്ടം തെറ്റിയ ഒരു കുട്ടിയാനെ അന്ന് വനപാലകർ കണ്ടെത്തിയതും. പിന്നീട് ഏകദേശം 5 മണിക്കൂർ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിൽ ഡ്രോണുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഈ കുട്ടിയാനയെ തിരികെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചതും. ഈ പോകുന്ന 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം 3-4 കിലോമീറ്ററോളം ഈ കുട്ടിയാനയ്ക്കൊപ്പം ഇവർ സഞ്ചരിച്ച് കൂട്ടത്തിൽ കുട്ടിയാനയ്ക്ക് കുടിക്കാൻ വെള്ളം നൽകി മറ്റും ആറിൽ കുളിപ്പിച്ചുമൊക്കെ അവസാനം കുട്ടിയാനയെ അമ്മയുടെ അരികിൽ എത്തിക്കുകയാണ്. എത്തിച്ച ശേഷം അമ്മയും കുട്ടിയാനും ഉൾക്കാട്ടിലേക്ക് മടങ്ങി. പക്ഷേ വനപാലകർ ഡ്രോണിൻ്റെ സഹായത്തോടെ ഇവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ ഈ ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായിരിക്കുന്നത്. നാഷണൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ചർച്ചയെ മാറിയിരിക്കുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രം ഒരു ക്ലിക്ക് മാത്രമേ ഉള്ളൂ. അമ്മയുടെ മടിയിൽ തലചാച്ചിറങ്ങുന്ന ആ കുട്ടിയാന, ആ ഒരൊറ്റ ചിത്രത്തിൽ തന്നെ എല്ലാം വ്യക്തമാണ്. അത്രയും സ്നേഹം തുളുമ്പുന്ന അല്ലെങ്കിൽ വാത്സല്യം ഒക്കെ നമുക്ക് തോന്നുന്ന ഒരു ചിത്രമാണ്. ഒരു പാർക്കെട്ടിൻ്റെ അടുത്ത് അമ്മയാനെ കടന്നുറങ്ങുന്നു, അതിൻ്റെ മടിയിൽ ആ കുട്ടിയാനെ തലയച്ചിറങ്ങുന്നു. എത്രത്തോളം ആശ്വാസകമായിരിക്കും ആ കുട്ടിയാനയ്ക്ക്. ഏകദേശം 5-6 മണിക്കൂർ ആ അമ്മയുടെ അടുത്ത് നിന്ന് മാറുന്ന കുട്ടിയാനയ്ക്ക് വനപാലകർ ദിവിഷ് ഉദ്ദേശിച്ച പോലെ തന്നെ തമിഴ്നാട് വനപാലകർ എത്രത്തോളം സുരക്ഷിതത്വം ഒരുക്കി പിന്നീട് അമ്മയുടെ അടുത്ത് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അമ്മയുടെ അടുത്ത് വളരെ സുരക്ഷിതമായി തൻ്റെ കളിച്ചിരികളും ഒക്കെയായി ആ കുട്ടിയാനെ തുടരുകയാണ്. തമിഴ്നാട് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ ചെയ്യുന്ന ആദ്യത്തെ പ്രവർത്തനം. നിരവധി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കഴിഞ്ഞ വർഷം തന്നെ എത്രയോ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടിക്കുരങ്ങനെ രക്ഷപ്പെടുത്തി പാലൊക്കെ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന വാർത്ത, ഇതുപോലെ തന്നെ ആ കൂട്ടം തെറ്റിയ കുട്ടിയാനെ രക്ഷപ്പെടുത്തിക്കൊണ്ടു വരുന്ന വാർത്ത, അത്തരത്തിൽ നിരവധി വാർത്തകൾ. ഇനിയും ഈ വർഷം എത്രത്തോളം വാർത്തകൾ ഇത്തരത്തിൽ ബാക്കി കിടക്കുന്നുണ്ട്. അങ്ങനെ തമിഴ്നാട് വനംവകുപ്പ് വലിയൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ രംഗത്ത്, മൃഗസംരക്ഷണ രംഗത്തടക്കം വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ശരിയാണ്. ഇപ്പോൾ നമ്മളിവിടെ അരിക്കൊമ്പനെ പിടിക്കുന്നതും ഒക്കെ വലിയൊരു എന്താ പറയുക, സിനിമയെ വില്ലുന്ന പോലത്തെ ഒരു ദൗത്യമാണെങ്കിൽ തമിഴ്നാട്ടിൽ പലപ്പോഴും ഒരൊറ്റ കമ്പ് കൊണ്ട് ഈ ആനയൊക്കെ മേച്ചു നടക്കുന്ന അത്തരം ബിജു പങ്കജൊക്കെ പങ്കുവെച്ച വാർത്തകൾ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കുറച്ച് എന്തോ ഒരു വ്യത്യാസം അവരുടെ ശൈലിയിലുണ്ട് എന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ആ മനോഹരമായ ചിത്രം. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ചിത്രവുമാണത്. ശരി വിനയ്.